എന്തായാലും എല്ലാരും വീഴ്ചയിക്കണേ. ചുമ്മാ ഒരു നമ്പർ ഇറക്കിയല്ലേ വെറുതെ ഒന്ന് വരട്ടെ. നല്ല തല്ലിനേക്കാൾ ഗുണം ചെയ്യും 4 വാക്ക് അല്ലേ ഗോതകുട്ടി? മേ കമിൻ സർ? താങ്ക് യു സർ. സർ, ഒരു പേഷ്യന്റ് വിളിച്ചിരുന്നു ഫൈബ്രോയിഡ് സർജറിയുടെ റേറ്റിനെ പറ്റി അറിയാനായിട്ട്. ഫൈബ്രോയിഡിന്റെ വലിപ്പം എന്തെങ്കിലും അറിയോ? അറിയില്ല. എന്തെങ്കിലും സ്കാനിങ് റിപ്പോർട്ട് അയച്ചെന്നായിരുന്നോ? ഒന്നുമില്ല. നമ്മൾ എപ്പോഴെങ്കിലും അവരെ കൺസൾട്ടെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ഇതൊന്നും അറിയാണ്ട് അവർക്ക് ശസ്ത്രക്രിയ വേണമെന്നുള്ള കാര്യം നമ്മൾ എങ്ങനെയാണ് തീരുമാനിച്ചത്? ഇത് ഫൈബ്രോയിഡാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചിന്തിച്ചു ഇത് സർജറിയിലായിരിക്കും. ഈ ഒരു തെറ്റായ ചിന്തയാണ് പലവരെയും ഡോക്ടറെ കാണുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. എല്ലാ ഫൈബ്രോയിഡുകൾക്കും ശസ്ത്രക്രിയൊന്നും വേണ്ട. ചെറിയ ഫൈബ്രോയിഡ് ആണെങ്കിൽ ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി, സീരിയൽ സ്കാനിങ് മതിയാവും. കുറച്ചുകൂടെ വലിയ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റിൽ തന്നെ അത് പരിഹരിക്കാം. കുറച്ചുകൂടെ വലിയ ഫൈബ്രോയിഡോ അല്ലെങ്കിൽ ഒരുപാട് സിംറ്റംസ് ഉണ്ടെങ്കിൽ മാത്രമേ ശസ്ത്രക്രിയയുടെ ആവശ്യമുള്ളൂ. ഞങ്ങൾ സർജൻസ് വരെ അതൊരു ലാസ്റ്റ് റിസോർട്ടായിട്ടാണ് വെച്ചേക്കുന്നത്. ഫൈബ്രോയിഡ് ഉണ്ടെന്ന് സംശയിക്കുന്ന സ്ത്രീകൾക്ക് ചെയ്യേണ്ട 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 1, വർഷാവർഷം 1 പ്രാവശ്യമെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ കാണണം. ഇത് ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഫൈബ്രോയിഡ്സിന് ഹെൽപ്പ് ചെയ്യും. 2, ഫൈബ്രോയിഡ്സ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ സീരിയൽ സ്കാനിങ് എല്ലാ വർഷവും അതിൻ്റെ ഗ്രോത്ത് മോണിറ്റർ ചെയ്ത് സ്കാനിങ് ചെയ്യണം. ഫൈബ്രോയിഡ്സിന് വർഷാവർഷം 1 to 1.5 സെന്റിമീറ്റർ ഗ്രോത്ത് റേറ്റേ ഉള്ളൂ. 3, കൊഴുപ്പ് കുറയ്ക്കാനുള്ള വ്യായാമവും ഭക്ഷണക്രമവും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഫൈബ്രോയിഡിന്റെ ഗ്രോത്ത് റേറ്റ് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ ഇതിനറിയാലോ, നല്ല തല്ലിനേക്കാട്ടിലും ഗുണം ചെയ്യും 4 വാക്കുകൾ. ഓക്കെ സർ. ഓക്കെ. ശംഭോ മഹാദേവ.